ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് നോക്കുകയാണെങ്കിൽ സുഖം നമ്മുടെ SSLC റിസൾട്ട് വരാൻ വേണ്ടി പോകാണല്ലേ. കുറച്ച് നേരം കൂടെ കഴിയുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ശരിക്കും പറയണമെങ്കിൽ സുഖം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാവില്ലേ. ശരിക്കും പറയണമെങ്കിൽ സുഖം ഈ ഒരു അവസ്ഥയിലൂടെ ഈ ടെൻഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം. ശരിക്കും പറയണമെങ്കിൽ സുഖം എന്നെ സംഭവിച്ച് എങ്ങനെയാന്ന് നോക്കുകയാണെങ്കിൽ സുഖം എങ്ങനെയാണ് ഞാൻ നോക്കുകയാണെങ്കിൽ അപ്പം എനിക്ക് ഓണം എക്സാം ഉണ്ടല്ലോ 10ാം ക്ലാസ്സിൽ ഓണം എക്സാമിന് എനിക്ക് ഒരു A+ പോലും കിട്ടിയിട്ടില്ല. ക്രിസ്മസ് എക്സാമിന് എനിക്ക് ഒരു A+ പോലും കിട്ടിയിട്ടില്ല. ഭാഗ്യം ദൈവം സഹായിച്ച് എനിക്ക് SSLC മെയിൻ എക്സാമിൻ്റെ മുമ്പുള്ള മോഡൽ എക്സാമില്ലേ അതിന് എനിക്ക് ഒരു A+ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയാം എനിക്ക് ഒരു A+ കിട്ടിയിട്ടുണ്ട്. അത് ഏത് സബ്ജക്റ്റാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം മലയാളത്തിനായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ടും കേട്ടും ഉള്ള എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ നിനക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരാം, അതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് ഒന്ന് ജയിച്ചേക്കണേ. ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാ. ഏതാ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണേ. അങ്ങനെ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും പറയണമെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എന്താ നോക്കണമെങ്കിൽ ഞാൻ ഭയങ്കര പഠിക്കുന്ന ഒരു കുട്ടിയാണ്, മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറയണമെങ്കിൽ എന്തോ സംഭവിച്ചു, മനസ്സിലെന്തോ സംഭവിച്ചു. പിന്നീട് നമ്മുടെ SSLC മറ്റേ മെയിൻ എക്സാമിന് മുമ്പ് കുറച്ച് ലീവൊക്കെ ഉണ്ടാവില്ലേ, മറ്റേ മോഡൽ എക്സാമിന് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവില്ലേ, അതിന് ശരിക്കും അങ്ങനെ പഠിച്ച് പോയി കേട്ടോ. അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോയി. പിന്നെ പ്രത്യേകിച്ച് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പഠിച്ചുകൊണ്ട് പോയിട്ടോ. അങ്ങനെ നമ്മുടെ റിസൾട്ടൊക്കെ വന്നു. റിസൾട്ട് ഡേ രാവിലെ ആ ദിവസം വന്നു കേട്ടോ. രാവിലെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഞാൻ ഈ റിസൾട്ടിനെ കുറിച്ച് ഫോണൊക്കെ മാറ്റിച്ച്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണൊക്കെ നോക്കൂലേ, ആ സമയത്ത് ഈ റിസൾട്ടിനെ കുറിച്ചായിരുന്നു കേട്ടോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അങ്ങനെയെല്ലാം ഇങ്ങനെ ചിന്തിച്ച് ഭക്ഷണം കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ SSLC റിസൾട്ട് 2024 എന്നൊക്കെ അങ്ങനെയൊക്കെ തമ്മിൽ വെച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഈ ന്യൂസ് അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും ശരിക്കും പറയാൻ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, നല്ല പേടിയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും ഇപ്പോൾ ഭയങ്കര ഒരു റിലേറ്റബിൾ ആയിരിക്കും. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടോ. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ 2:30-2:45 ആയപ്പോഴത്തേക്കും നമ്മുടെ ശിവൻകുട്ടി സാറില്ലേ, പുള്ളിക്കാരനാണെങ്കിലും ഏത് ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫുൾ A+ എന്നൊക്കെ ഉള്ള ഒരു ചടങ്ങുണ്ടാവല്ലോ, ഒരു ന്യൂസൊക്കെ ഉണ്ടാവല്ലോ, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരി പറഞ്ഞെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു, പക്ഷെ ഇങ്ങനെയൊക്കെ അത് ശരിക്കും അപ്പോൾ അറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു പേടിയും ഒക്കെ വന്നു കേട്ടോ. അങ്ങനെ സമയം ഇപ്പം 3 മണിയായി. എൻ്റെ ദൈവമേ, ഞാൻ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സെർവറൊക്കെ മൊത്തം ഒന്നും ലോഗിനൊന്നും ആവില്ല അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞ് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സൈറ്റ്. അങ്ങനെ ജസ്റ്റ് എനിക്ക് നോക്കാനൊന്നും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ചേട്ടനോട് ആണ് പറഞ്ഞ് ഇതൊന്ന് നോക്കി തരാമോ. അങ്ങനെ പുള്ളിക്കാരനും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, എന്താ അവസ്ഥ നോക്കണേ. അങ്ങനെ ജസ്റ്റ് ചേട്ടനാണെങ്കിൽ എൻ്റെ രജിസ്റ്റർ നമ്പറും എല്ലാം ഞാൻ പറഞ്ഞ പോലെ പുള്ളിക്കാരനെ അത് അടിച്ച്. ശരിക്കും പറയണമെങ്കിൽ ഞാൻ ആ സമയത്ത് വിചാരിച്ചെന്ന് നോക്കുകയാണെങ്കിൽ ഇതിപ്പം ചുമ്മാ ലോഗിനൊന്നും ആവില്ല എന്നൊക്കെ, സെർവർ ഡൗൺ ഒക്കെ അങ്ങനെയല്ലേ കാണിക്കുന്നത്. അങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്തിട്ടു. പുള്ളിക്കാരൻ ഓക്കെ സബ്മിറ്റ് ചെയ്യടാ. ഫസ്റ്റത്തെ സബ്ജക്റ്റ് മുതൽ ലാസ്റ്റത്തെ സബ്ജക്റ്റ് വരെ എല്ലാ സബ്ജക്റ്റിനും A+ എന്ന് കണ്ടടാ. ശരി പറയണമെങ്കിൽ എന്താ അവസ്ഥ നോക്കണേ. ഒരു A+ പോലും കിട്ടിയിട്ടില്ലാത്ത ഞാനാടാ. ശരി പറയണമെങ്കിൽ എനിക്ക് ഒരു ഉറപ്പ് ഒന്നുമില്ലായിരുന്നു. എനിക്ക് മെയിൻ എക്സാമിന് ഫുൾ A+ കിട്ടും എന്നുള്ള ഒരു ഉറപ്പും ഒന്നുമില്ലായിരുന്നു. പക്ഷേ മെയിൻ എക്സാം റിസൾട്ട് വന്നപ്പോഴത്തേക്കും എങ്ങനെയോ കിട്ടി. ശരിക്കും പറയണമെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്ന റിസൾട്ട്. ഇതേപോലെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന മാർക്കിനെക്കാട്ട് കൂടുതലായിരിക്കും, അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിക്കും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മോനെ ജസ്റ്റ് പാസെങ്കിലും അയക്കണേടാ. അപ്പോൾ ഇതൊക്കെ ഈ റിസൾട്ടൊക്കെ കണ്ടപ്പോഴത്തേക്കും അവരുടെ റിയാക്ഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതൊക്കെ തന്നെ ഉള്ളൂ. മാക്സിമം എല്ലാവരും ചില്ലടിച്ച് തന്നെ നിൽക്കുക, നല്ല റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് പൊട്ട റിസൾട്ട് ഒരിക്കലും അവർ തരത്തൊന്നും മാക്സിമം നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തേക്കുന്ന ഒരു മാർക്ക് ഉണ്ടാവരും, എത്ര A+ കിട്ടുമായിരിക്കും, ജസ്റ്റ് ചുമ്മാ ഇത്രയൊക്കെ കിട്ടുമായിരിക്കുമോ, അങ്ങനെയൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടണേ. നിങ്ങളിപ്പോൾ പേടി മറ്റുള്ളവരെ എങ്ങനെ വിലയിരുത്തും, അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലിടാം. ബ്രോ എനിക്ക് ചിലപ്പോഴാണെങ്കിൽ 7+ കിട്ടും, അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഇട്ടേക്കട, ഇതൊന്നും ആരും കാര്യം നോക്കാൻ വേണ്ടി പോകുന്നില്ല, നിങ്ങൾ ചുമ്മാ ഒന്ന് ഇട്ടേക്കട. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും. എനിക്ക് പോലും ഉറപ്പില്ലായിരുന്നു റിസൾട്ട് വരുന്നതിന് മുമ്പ്. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ശിശുള്ള ഒരു കാര്യമാണ്, ബ്രോയ്ക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്കും പാരൻസ് എന്താണ് വാങ്ങിച്ചതെന്ന് കേട്ടോ.
ശരിക്കും പറയുകയാണെങ്കിൽ കേസ് അപ്പം എനിക്ക് വാങ്ങിച്ചത് നോക്കണമെങ്കിൽ എനിക്ക് കുറച്ച് മുട്ടൈസൊക്കെ വാങ്ങിച്ചു തന്നിട്ടോ, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അതൊക്കെ തന്നെ ധാരാളമാണ് ഡയറി മിൽക്ക്, അതിലൊന്നും ഒരു കാര്യമില്ല. എടാ അപ്പം എല്ലാവരോടും കൂടെ ഒറ്റ പ്രാവശ്യം ഒന്നുകൂടെ പറയുന്നു, ചുമ്മാ മനസ്സ് ഫ്രീ ആയിട്ടിരിക്കണം. നിങ്ങൾ നല്ല മാർക്ക് തന്നെ അവർ തരാൻ വേണ്ടി നോക്കുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാടാ. എല്ലാവർക്കും തന്നെ നല്ലൊരു മാർക്ക് കിട്ടട്ടെ.